ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. വിശ്വാമിത്രൻ കുമാരന്മാരോട് ഓരോ യാത്രയും കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ കൗശികവംശത്തിൻ്റെ കഥ പറഞ്ഞ ശേഷം ശോണാതീരത്തിൽ മഹർഷിമാരോടൊത്ത് രാത്രി കഴിച്ചപ്പോൾ അവരോട് കാർത്തികോത്പത്തി, ഗംഗയുടെ ഉമയുടെയും ഹിമവാൻ പുത്രികളായ ഗംഗയുടെയും ഉമയുടെയും കഥകളും തുടർന്ന് കാർത്തികേയ ജന്മവും പറഞ്ഞു. തുടർന്ന് രാവിലെ ഗംഗാതീരത്തെത്തിയ കൗശികനാണ് അവിടെ ഇരുന്നുകൊണ്ട് പറയാൻ തുടങ്ങിയത്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത കഥയിലേക്ക് കടന്നു. രാത്രിയായി അടുത്ത കഥയിലേക്ക് കടന്നു. പണ്ട് അയോധ്യാധിപതിയായി സഗരൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ധർമാത്മാവും അപ്രജനുമായിരുന്ന അദ്ദേഹം സന്താനലാഭത്തിനായി ആഗ്രഹിച്ചു. അപ്രജൻ എന്ന് പറഞ്ഞാൽ സന്താനങ്ങളില്ലാത്തവൻ എന്നാണ് ഇവിടെ അർത്ഥം. സഗരന്റെ പ്രഥമ ഭാര്യ വൈദർഭപുത്രിയായ കേശിനി, അരിഷ്ടനേമി സുതയും സുവർണ സോദരിയുമായ സുമതി ദ്വിതീയ പത്നി. രണ്ട് ഭാര്യമാരോട് ഒരുമിച്ച് സഗരൻ ഹിമാലയത്തിൽ ഭൃഗുപ്രസവണ പർവ്വതത്തിൽ തപസ്സാരംഭിച്ചു. 100 വർഷം തികച്ചു ചെയ്ത് തപസ്സുകൊണ്ട് പൂജിതനായ ഭൃഗുമഹർഷി സഗരന് വരം നൽകി. അങ്ങേക്ക് അനേകം സന്താനങ്ങളുണ്ടാകും. പാരിൽ നിസ്തുല കീർത്തിയും അങ്ങേക്ക് ലഭിക്കും. ഒരുവൾ വംശകരനായ ഒരു പുത്രനെ പ്രസവിക്കും. മറ്റവൾ 60,000 മക്കൾക്ക് മാതാവാകും. ഇത് കേട്ട് പ്രീതി പൂണ്ട രാജപുത്രിമാർ തൊഴുകയോട് ചോദിച്ചു, ബ്രഹ്മൻ ആർക്കാണ് ഒരു പുത്രനുണ്ടാവുന്നത്? അനേകം മക്കളെ പ്രസവിക്കുന്നതാര്? ഇതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവിടുത്തെ വാക്ക് സത്യമായി ഭവിക്കട്ടെ. ഭൃഗുമഹർഷി മറുപടി പറഞ്ഞു, അത് ഇഷ്ടം പോലെയാകാം. വംശകരനായ ഒരു മകനോ കീർത്തിമാനും മഹാബലരുമായ അനേകം പേരോ വേണ്ടതെന്ന് യഥേഷ്ടം നിശ്ചയിക്കാം. മാമിനിയുടെ വാക്കുകേട്ട് കേശിനി രാജസമക്ഷം വംശകരനായ ഒരു പുത്രനെ വരിച്ചു. സുവർണ സോദരിയായ സുമതി മഹോത്സാഹികളായ 60,000 പുത്രന്മാരെയും സ്വീകരിച്ചു. മാമുനിയെ വലം വെച്ച് കുമ്പിട്ട് രാജാവ് ഭാര്യമാരോടൊത്ത് കൊട്ടാരത്തിലേക്ക് മടങ്ങി. യഥാകാലം ജ്യേഷ്ഠപത്നി കേശിനി ഒരു പുത്രനെ പ്രസവിച്ചു. അസമഞ്ജൻ എന്ന് അവൻ പ്രഖ്യാതനായി. സുമതി പെറ്റ ഒരു ഗർഭപിണ്ഡമുണ്ടായി. പിണ്ഡം പിളർന്ന് 60,000 ശിശുക്കൾ ജാതരായി. ധാത്രി അവരെ നെയ്ക്കുടങ്ങളിൽ വളർത്തിപ്പോന്നു. ദീർഘകാലം കൊണ്ട് അവർ യൗവനം പ്രാപിച്ചു. അങ്ങനെ നെടുനാൾ കൊണ്ട് സഗരന് രൂപ യൗവനശാലികളായ 60,000 പുത്രന്മാരുണ്ടായി. പുത്രരിൽ ജ്യേഷ്ഠനായ അസമഞ്ജൻ പതിവായി കുട്ടികളെ കണ്ട് പിടിച്ച് സരയൂ നദിയിലെറിഞ്ഞു. കുട്ടികൾ വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ട് ചിരിച്ചിരുന്നു. സജ്ജനദ്രോഹിയും പാപിയുമായ ആ പുത്രനെ സഗരൻ നാടുകടത്തി. അസമഞ്ജന്റെ പുത്രൻ അംശുമാൻ സർവലോക സമ്മതനും പ്രിയമ്മതനുമായിരുന്നു. പല കാലം കഴിഞ്ഞ് സഗരന് ഒരു യാഗം ചെയ്യണമെന്ന് തോന്നി. വേദജ്ഞനായ സഗരൻ പുരോഹിതരുമായി കൂടിയാലോചിച്ച് യാഗത്തിനൊരുങ്ങി. ഇക്കഥ കേട്ട് രാമൻ അഗ്നി സമതേജസ്വിയായ മാമുനിയോട് അപേക്ഷിച്ചു, ബ്രഹ്മൻ അങ്ങേക്ക് ഭദ്രം. എൻ്റെ പൂർവജൻ ഒരു യത്നം നടത്തിയ വിധം വിവരിച്ചു കേൾക്കാൻ ആഗ്രഹമുണ്ട്. രാമന്റെ വാക്യം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് വിശ്വാമിത്രൻ 39-ാം സർഗത്തിൽ സഗരാശ്വാപഹരണം പറഞ്ഞു. രാമ, സഗരന്റെ കഥ വിസ്തരിച്ചു കേൾക്കുക. ശിവന്റെ ശ്വശുരനായ ഹിമവാനും വിന്ധ്യപർവ്വതവും പരസ്പരം നോക്കി നിൽക്കുന്നു. ഇവയുടെ നടുക്കാണ് യജ്ഞം നടന്ന്. യജ്ഞാനുഷ്ഠാനത്തിന് ആ ദേശം പ്രശസ്തമാകുന്നു. സഗരന്റെ നിർദ്ദേശമനുസരിച്ച് അംശുമാൻ ചാപബാണങ്ങളും ധരിച്ച് യാഗാശ്വത്തെ നയിച്ചു. തദവസരത്തിൽ വാസവൻ രാക്ഷസ രൂപം ധരിച്ചു വന്ന് യജ്ഞാശ്വത്തെ തട്ടിക്കൊണ്ടുപോയി. അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ പുരോഹിതന്മാർ യജമാനോട് പറഞ്ഞു, ഇതാ അശ്വത്തെ തട്ടിക്കൊണ്ടുപോകുന്നു. കാകുസ്ത, തസ്കരനെ കൊന്ന് കുതിരയെ വീണ്ടെടുത്താലും ഇതുകൊണ്ട് യജ്ഞം മുടങ്ങും. തന്മൂലം നമുക്കേവർക്കും ദോഷമേർപ്പെടും. യജ്ഞത്തിൽ ഭംഗം വരാതിരിക്കാൻ വേണ്ടത് ചെയ്താലും. ഉപാധ്യായന്റെ വാക്യം കേട്ടു രാജാവ് 60,000 പുത്രന്മാരോടായി പറഞ്ഞു, മന്ത്രശുദ്ധരായ മഹാത്മാക്കൾ യാഗം ചെയ്യുന്ന ഇവിടെ രാക്ഷസന്മാർ വരാനിടയില്ല. മക്കളെ, നിങ്ങൾ പോയി തേടുവിൻ. ഊഴി മുഴുവൻ തേടുവിൻ. ഓരോരുത്തർ ഓരോ യോജന ദൂരം അന്വേഷിക്കിൻ. തസ്കരനെയും കുതിരയെയും കണ്ടുപിടിക്കും വരെ
ഭൂമി കുഴിക്കുവിൻ. ദീക്ഷിതനായ ഞാൻ പൗത്രനോടും ഉപാധ്യായരോടും കൂടി ഇവിടെ വസിക്കും. കുതിരയെ കണ്ടെത്തും വരെ നിങ്ങൾക്ക് മംഗളം. പിതൃവാക്യ പ്രേരിതവരായി അവർ സസന്തോഷം അശ്വത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. പാരിലെങ്ങും കാണാൻ അവർ ഭൂമി കുഴിക്കാൻ തുടങ്ങി. വജ്രസമാനങ്ങളായ കൈകൾ കൊണ്ട് ഓരോരുത്തർ ഓരോ യോജന വീതം ഭൂമി കുഴിച്ചു. ഇടത്തിക്കുള്ള ശൂലങ്ങൾ കൊണ്ടും കൂർത്ത കലപ്പകൾ കൊണ്ടും പിളർക്കപ്പെട്ട ഭൂമി മുറവിളി കൂട്ടി. നാഗങ്ങളും ദൈത്യന്മാരും രാക്ഷസന്മാരും മറ്റു സത്വങ്ങളും പീഡനമേറ്റ് അലമുറയിട്ടു. 60,000 യോജന അവർ ഭൂമി കുഴിച്ച് രസാതലത്തിലെത്തി. പർവ്വതാവൃതമായ ജമ്പുദ്വീപം കുഴിച്ചവർ ചുറ്റി നടന്നു. അപ്പോൾ ഗന്ധർവന്മാർ, അസുരന്മാർ, പന്നകങ്ങൾ ഇവരോടൊത്ത് ദേവന്മാർ സംഭ്രാന്തരായി പിതാമഹനെ ശരണം പ്രാപിച്ചു. അവർ അദ്ദേഹത്തെ വാഴ്ത്തിയറിയിച്ചു. ഭഗവൻ, സകരപുത്രന്മാർ ഭൂമി മുഴുവൻ കുഴിക്കുന്നു. ജലചാരികളായ നിരവധി മഹത്തുക്കളുള്ളവരാൽ കൊല്ലപ്പെടുന്നു. ഇവൻ നമ്മുടെ കുതിരയെ കട്ടവൻ കുതിരയെ തട്ടിക്കൊണ്ടുപോയവൻ എന്നെല്ലാം പറഞ്ഞ് സകരപുത്രന്മാർ സർവ്വജീവികളെയും ഹനിക്കുന്നു. ഭയചകിതരായ ദേവന്മാരോട് പിതാമഹൻ പറഞ്ഞു, ഈ സമസ്ത വസുതയും വാസുദേവന്റെ വകയാണ്. ഭൂമി മാധവന്റെ ഭക്ഷിയാകുന്നു. ആ ഭഗവാൻ കപിലസ്വരൂപമെടുത്ത് വസുതയെ പാലിച്ചു പോരുന്നു. അദ്ദേഹത്തിന്റെ കോപാഗ്നിയിൽ സകരപുത്രന്മാർ ഭസ്മീഭവിക്കും. ഭൂമിഭേദനവും ദീർഘദർശികളല്ലാത്ത സകരപുത്രന്മാരുടെ വിനാശവും നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പിതാമഹവാക്യം കേട്ട് പരമസന്തുഷ്ടരായ 33 ദേവന്മാരും വന്ന വഴിയെ പോയി. സകരപുത്രന്മാർ ഭൂമി കുഴിക്ക് പാരിലെങ്ങും ഇടിമുഴക്കം പോലെ വലിയ ശബ്ദമുണ്ടായി. ഭൂമിയെല്ലാം കുഴിച്ച് വലം വെച്ച് സകരപുത്രന്മാർ ഏവരും തിരിച്ചു വന്ന് അച്ഛനോടറിയിച്ചു. ഊഴി മുഴുവൻ ഞങ്ങൾ തേടി, കരുത്തുറ്റ പലരെയും കൊന്നു. ദേവദാനവ രക്ഷസുകളെയും പിശാചോ ഉരക പന്നകങ്ങളെയും ഒടുക്കി. എന്നിട്ടും കുതിരയെയോ മോഷ്ടിച്ചവനെയോ കണ്ടുകിട്ടിയില്ല. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നിർദ്ദേശിച്ചാലും. രാമ, അവർ പറഞ്ഞത് കേട്ട് കോപം കൊണ്ട് സകരൻ പറഞ്ഞു, വീണ്ടും ഭൂമി കുഴിക്കിൻ. കുതിരക്കള്ളനെ കണ്ടെത്തി കൃതാർത്ഥനായി തിരിച്ചു വരുവിൻ. അച്ഛന്റെ ആജ്ഞ കേട്ട് അവർ 60,000 പേരും രസാതലം നോക്കിപ്പോയി. എന്നിട്ട് ഭൂമി കുഴിക്ക് ഭൂമിയെ താങ്ങുന്ന പ്രഭതുല്യനായ വിരൂപാക്ഷൻ എന്ന ദിഗ്ഗജത്തെ കണ്ടു. സർവ്വതകാനനമായ സമസ്തി പൃഥ്വിയെയും വിരൂപാക്ഷൻ സുശിരസ് കൊണ്ട് താങ്ങുന്നു. തലയ്ക്ക് വിശ്രമം കൊടുക്കാൻ വിരൂപാക്ഷൻ തല ഇളക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. ദിക്പാലകനായ ആ മഹാഗജത്തെ വലം വെച്ച് മാനിച്ച് അവർ രസാതലവും പിളർന്നുപോയി. പിന്നെ അവർ കിഴക്ക് ദിക്കും തുറന്ന് തെക്കേ ദിക്കും പിളർന്നു. തെക്കേ ദിക്കിലും അവർ ഒരു വലിയ ആനയെ കണ്ടെത്തി. ശിരസിനാൽ ഭൂമിയെ താങ്ങുന്ന മാമലയ്ക്കൊത്ത മഹാപത്മൻ എന്ന മഹാഗജത്തെ കണ്ട് അവർ അത്ഭുതം കൂറി. അവർ അവന് വലം വെച്ച് പശ്ചിമദിക്ക് പിളർന്നു. അവിടെയും പർവ്വതുല്യായ സൗമനസൻ എന്ന ദിഗ്ഗജത്തെ കണ്ടെത്തി. ഗജത്തെ വലം വെച്ച് കുശവവും ചോദിച്ച് അവർ പോയി കുഴിച്ച് അവർ വടക്കേ ദിക്കിലെത്തി. അവിടെയും ഭൂമി താങ്ങുന്ന തുഷാരധവളമായ ഭദ്രൻ എന്ന ദിഗ്ഗജത്തെ കണ്ടു. അതിനെ തൊഴുതു വലം വെച്ച് അവർ ഭൂമി കുഴിച്ചു. പിന്നെ കിഴക്ക് വടക്കേ ദിക്കിലെത്തി. കോപത്തോടെ വരെവരും ഭൂമി കുഴിച്ചു. മഹാബലരായ അവർ ഇവിടെ സനാതനായ കപിലവാസുദേവനെ കണ്ടെത്തി. ആ ദേവന്റെ സമീപത്തുമേയുന്ന കുതിരയും അവർ കണ്ടു. സന്തോഷമാണ്, അദ്ദേഹമാണ് കുതിരയെ മോഷ്ടിച്ചതെന്ന് അവർ കരുതി. കോപം കൊണ്ട് നല്ല ചുവന്ന കൊണ്ടോടെ കുന്താലിയും കലപ്പയും എന്ത് നില്ലില്ലെന്ന് ചൊല്ലിക്കൊണ്ട് പാഞ്ഞെടുത്തു. ദുർബുദ്ധിയായ നീ ഞങ്ങളുടെ യജ്ഞാശത്തെ കട്ടവനല്ലോ. സകരപുത്രന്മാരെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊള്ളുക. അത് കേട്ട് ഹേ രാമ, കപിലൻ കോപം കൊണ്ട് ഹൂങ്കാരം പ്രയോഗിച്ചു. അതുകൊണ്ട് തന്നെ അപ്രമേയനായ കപിലൻ സകലപുത്രന്മാരെ എല്ലാം ചാമ്പൽക്കൂനയാക്കി തീർത്തു. പുത്രന്മാർ പോയിട്ട് കാലം വലുത് കഴിഞ്ഞു തീർത്ത് സകലൻ തേജസ്വിയായ പൗത്രൻ അംശുമാനോട് പറഞ്ഞു, നീ ശൂരനും കൃതകൃത്യനും തേജസ്സിൽ പൂർവികർക്ക് തുല്യനുമാകുന്നു. പിതാക്കന്മാരുടെയും അശ്വഹത്താവിന്റെയും വഴി കണ്ടെത്തുക. ഭൂമിക്കുള്ളിൽ കരുത്താറും ഹിമസത്വങ്ങളുണ്ട്. അവയെ ഹനിക്കാൻ ചാപബാണങ്ങൾ എടുത്തു കൊൽക്കാം. വന്ധ്യന്മാരെ വന്ദിച്ചും വിഘ്നകാരികളെ ഹിംസിച്ചും കാര്യം സാധിച്ചു മടങ്ങി വരിക. എന്റെ സാധകനാണ് നീ. സകരൻ ഇങ്ങനെ പറയവേ അംശുമാൻ അമ്പും വില്ലുമെടുത്ത് വേഗം യാത്രയായ. പിതാക്കന്മാർ ഭൂമിക്കുള്ളിൽ കുഴിച്ച വഴിയിൽ അവൻ എത്തിച്ചേർന്നു. ദേവദാനവ രാക്ഷസുകളും പിശാച പതക ഉരകങ്ങളും പൂജിക്കുന്ന ദിഗ്ഗജത്തെ അവൻ കണ്ടു. അവൻ അതിനെ വലം വെച്ച് കുശലം ചോദിച്ചു പിതാക്കന്മാരെക്കുറിച്ചും അശ്വഹത്താവിനെക്കുറിച്ചും അന്വേഷിച്ചു. അത് കേട്ട് ദിഗ്ഗജം പറഞ്ഞു, അസമന്റെ പുത്ര, നീ കാര്യം സാധിച്ച് അശ്വത്തെയും കൊണ്ട് വേഗം വരുന്നതാണ്. അവന്റെ വാക്ക് കേട്ട് ദിഗ്ഗജങ്ങളോടെല്ലാം യഥാക്രമം ന്യായം ചോദിച്ചു. അവരെല്ലാം സാദരം പറഞ്ഞു, നീ കുതിരയും കൊണ്ട് വന്നു ചേരും. അവരുടെ വാക്കും കേട്ട് വേഗം സകരപുത്രന്മാർ ചാമ്പലായി കിടക്കുന്നിടത്തെത്തി. അത് കണ്ട് ശോകം കൊണ്ട് അവൻ വാവിട്ട് കണ്ടു. സമീപത്തായി മേയുന്ന കുതിരയെ അവൻ കണ്ടെത്തി. പിതാക്കന്മാർ കുതിരക്രിയ ചെയ്യുവാൻ ജലം തേടിയിട്ടെങ്കും ജലം കണ്ടു കിട്ടിയില്ല. കണ്ണു നീട്ടി നോക്കി നിൽക്കവേ പിതാക്കന്മാരുടെ മാതൃനായ ഖഗോത്തവൻ വൈനതേയനെ കണ്ടു. വൈനതേയൻ അവനോട് പറഞ്ഞു, വീര, നീ കരയേണ്ട. ഈ വധം ലോകസമ്മതമത്രേ. അപ്രമേയ ഭാവനായ കപിലനാണ് ഈ മഹാബലരെ നിഗ്രഹിച്ചത്.
അവർക്ക് ലൗകിക ജലം കൊണ്ട് ക്രിയ ചെയ്താൽ പോരാ. ഹിമവാന്റെ ജ്യേഷ്ഠപുത്രിയായ ഗംഗയിലെ ജലം കൊണ്ട് പിതൃക്കൾക്ക് സലിലക്രിയ ചെയ്യുക. ഭസ്മരാശിയായി കിടക്കുന്ന ഇവരെ ലോകപാവനിയായ ഗംഗ മുക്കണം. ഈ ഭസ്മം ഗംഗയിൽ മുക്കുമ്പോൾ നീ 16,000 പേരും സ്വർഗം പ്രാപിക്കുന്നതാണ്. വീര, നീ കുതിരയെ വീണ്ടു കൊണ്ടുപോകുക. പിതാമഹന്റെ യജ്ഞം നീ പൂർത്തിയാക്കണം. സുവർണ വാക്യം കേട്ട് അംശുമാൻ ശീഘ്രം അശ്വത്ഥയും കൊണ്ട് തിരിച്ചുപോയി. അവൻ ദീക്ഷിതനായ സകരന്റെ അടുത്തെത്തി നടന്ന കാര്യങ്ങളും സുവർണ നിർദ്ദേശവും അറിയിച്ചു. ഘോരവാർത്ത കേട്ട രാജാവ് യജ്ഞം യഥാവിധി പൂർത്തിയാക്കി. യജ്ഞം നടത്തി രാജാവ് സ്വപുരത്തിലേക്ക് പോയി. എന്നാൽ ഗംഗയെ കൊണ്ടുവരാൻ വഴി കണ്ടില്ല. എന്തു വേണ്ടു എന്നറിയാതെ 30,000 വർഷം രാജ്യം പാലിച്ച ശേഷം സകരൻ സ്വർഗം പോകി. സകരൻ കാലധർമ്മം പ്രാപിച്ചപ്പോൾ മന്ത്രിമാർ അംശുമാനെ രാജാവായി വാഴിച്ചു. അംശുമാൻ മഹാനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് ദിലീപൻ എന്ന പ്രസിദ്ധനായ മഹാൻ. രാജ്യഭാരം ദിലീപിനെ ഏൽപ്പിച്ച് അംശുമാൻ ഹിമോത്സൃംഗത്തിൽ പോയി തീവ്ര തപസ്സാരംഭിച്ചു. 30,000 വർഷം തപസ് ചെയ്ത ശേഷം അംശുമാൻ സ്വർഗം പ്രാപിച്ചു. തേജസ്വിയായ ദിലീപനാകട്ടെ പിതാക്കന്മാരുടെ വധത്തെപ്പറ്റി കേട്ട് ദുഃഖം പൂണ്ട് എന്തു വേണ്ടു എന്നറിയാതെ കുഴങ്ങി. എങ്ങനെ ഗംഗയെ കൊണ്ടുവരും, അവർക്കെങ്ങനെ ഉദകദാനം ചെയ്ത് നടത്തും, എവരെ എങ്ങനെ കരകയറ്റുമെന്നിങ്ങുള്ള ചിന്തയിലാണ് ദിലീപൻ. ധാർമ്മികനായ ദിലീപന് ഭഗീരഥൻ എന്നു പേരാർന്നൊരു പുത്രൻ പിറന്നു. ദിലീപൻ അനേക യജ്ഞങ്ങൾ ചെയ്തു. 30,000 വർഷം രാജ്യം ഭരിച്ചു. അവരെ കരകയറ്റാനുള്ള വഴി കാണാതെ വ്യാധിഗ്രസ്തനായ അദ്ദേഹം ചർമ്മമണഞ്ഞു. പുത്രൻ ഭഗീരഥനെ രാജാവ് വഴിച്ച് ദിലീപൻ സുഹൃതം കൊണ്ട് ഇന്ദ്രലോകത്തെത്തി. രാജർഷിയായ ഭഗീരന് സന്താനമുണ്ടായില്ല. ഗംഗാവതരണത്തിൽ ഉത്സുകനായ അദ്ദേഹം രാജ്യം മന്ത്രിമാരെ ഏൽപ്പിച്ച് ദീർഘകാലം ഗോകർണത്തിൽ തപസ്സനുഷ്ഠിച്ചു. മാസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ച് പഞ്ചാഗ്നിമത്യത്തിൽ ഊർധ്വബാഹുവായി അനേകായിരം വർഷം ഘോര തപസ്സിലേർപ്പെട്ടു. തപസ് കൊണ്ട് പ്രീതനായ ബ്രഹ്മദേവൻ ദേവഗണങ്ങളോടൊത്ത് വന്ന് ഭഗീരഥനോട് പറഞ്ഞു, ഭഗീരഥ, തീവ്ര തപസ് കൊണ്ട് നിന്നിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. സുബ്രത, വേണ്ടും വരം മരിച്ചുകൊള്ളുക. ഭഗീരഥൻ കൈകൂപ്പിക്കൊണ്ടറിയിച്ചു, എന്നിൽ ഭഗവാൻ പ്രീതനായെങ്കിൽ എന്റെ തപസ്സിന് ഫലമുണ്ടെങ്കിൽ സകരപുത്രന്മാരേവരും എൻ കൈയാൽ ജലം സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രപിതാമഹന്മാരുടെ ഭസ്മരാശി ഗംഗാജലം കൊണ്ട് നനയ്ക്കപ്പെട്ട് അവർ സ്വർഗം പ്രാപിക്കുമാറാകട്ടെ. ദേവ, ഞങ്ങളുടെ വംശം നശിക്കാതിരിക്കാൻ സന്താനലാഭത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വരം. ഇപ്രകാരം അപേക്ഷിച്ച രാജാവിനോട് പിതാമഹൻ മധുരമായിട്ട് ഈ വിധമരളി, ഭഗീരഥ, നിന്റെ മനോരഥം വളരെ വലുതാണ്. അതങ്ങനെ തന്നെ ഭവിക്കട്ടെ. നിനക്ക് മംഗളം. ഹിമാന്റെ ജ്യേഷ്ഠപുത്രിയാണ് ഗംഗ. ഗംഗയെ താങ്ങാൻ ശിവനെ സന്നദ്ധനാക്കിയാലും ഗംഗയുടെ പതനം ഭൂമിക്ക് താങ്ങാവുന്നതല്ല. അത് താങ്ങാൻ ശിവനെയല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. രാജാവിനോട് ഇങ്ങനെ പറഞ്ഞ് ഗംഗയോടും യാത്ര പറഞ്ഞ് ദേവകുലോകത്ത് പിതാമഹൻ ദേവലോകത്തിലേക്ക് പോയി. ബ്രഹ്മദേവൻ പോയ ശേഷം ഭഗീരഥൻ 1 സംവത്സരക്കാലൻ കാലിൻ പെരുവിൽ മാത്രം നിലത്തൂന്നിക്കൊണ്ട് തപം ചെയ്തു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ സർവ്വലോക നമസ്കൃതനായ ഉമാപതി രാജാവിനോട് ഇപ്രകാരമരുളി, രാജൻ, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. നിന്നിഷ്ടം ഞാൻ ചെയ്യാം. ശൈലേന്ദ്രകന്യയെ ഞാൻ ശിരസാധരിച്ചു കൊള്ളാം. അപ്പോൾ സർവാദരണീയായ ഗംഗ മഹത്തായ രൂപത്തോടും ദുസ്സഹമായ വേഗത്തോടും കൂടി ആകാശത്ത് നിന്ന് ശിവശിരസിൽ പതിച്ചു. ദുർധരയായ ഗംഗ കരുതി തന്റെ ഒഴുക്കിന്റെ ഊക്കുകൊണ്ട് ശിവനെയും ഒഴുക്കിക്കൊണ്ട് പാതാളത്തിലേക്ക് പോകാമെന്ന്. അവളുടെ ഗർവ് മനസ്സിലാക്കി ശിവൻ അവളെ മറച്ചു വെക്കാൻ തീർച്ചയാക്കി. ജടാജല ഗഹ്വരവും ഹിമോത്സവസുമായ ശിവശിരസിൽ പതിച്ച് ഗംഗ എത്ര പണിപ്പെട്ടിട്ടും അവൾക്ക് ഭൂമിയിലെത്താൻ കഴിഞ്ഞില്ല. ജടാമണ്ഡലത്തിനുള്ളിൽ നിന്ന് പുറത്തിടക്കാൻ ഗംഗയ്ക്ക് സാധിച്ചില്ല. അനേക വർഷം അവൾ ശിവന്റെ ജടയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. ഗംഗയെ കാണാൻ ഭഗീരഥൻ വീണ്ടും കൊടും തപസ്സാചരിച്ചു. തപസ്സുകൊണ്ട് പ്രീതനായ ശിവൻ ഗംഗയെ ബിന്ദുസരസിലേക്ക് തുറന്നുവിട്ടു. അങ്ങനെ വിട്ടപ്പോൾ ഗംഗ 7 കൈവഴികളായി പിരിഞ്ഞു. ഹ്ലാദിനി, പാവിനി, നളിനി എന്ന് 3 ചാലുകൾ കിഴക്കോട്ടൊഴുകി. സുചക്ഷു, സീത, സിന്ധു എന്ന മഹാനദി ഇവ 3 പടിഞ്ഞാറോട്ട് പ്രവഹിച്ചു. 7ാം കൈവഴി ഭഗീരഥ രഥത്തെ പിന്തുടർന്നു. ഭഗീരഥൻ ദിവരഥത്തിലേക്ക് മുമ്പേ ഗമിച്ചു. ഗംഗ തന്റെ പിന്നാലെ പോയി. ആകാശത്തും ശിവശിരസിലും അവിടെ നിന്നും ധരണിയിലേക്ക് ഗംഗ വലിയ രമ്പലോടെ വീണു. ജലം പരന്നു പാഞ്ഞു. മത്സ്യങ്ങൾ, കൂർമ്മങ്ങൾ, ശിംശുമാരഗണങ്ങൾ ഇവയെല്ലാം വീഴവേ ഭൂമി ശോഭിച്ചു. ദേവർഷി ഗന്ധർവാദികൾ ആകാശത്തു നിന്ന് ഗംഗ ഭൂമിയിൽ പതിക്കുന്നു കണ്ടു. നഗരതുല്യങ്ങളായ വിമാനങ്ങളിലും കുതിരകളിലും ആനകളിലും ഇരുന്ന് ഇളകിയാടിക്കൊണ്ട് അവർ നിലകൊണ്ടു. ഗംഗലോകത്തേക്ക് അവതരിക്കുന്നത് കാണാൻ ദേവസമൂഹങ്ങൾ വന്നുയർന്നു. ദേവന്മാരാലും അവരുടെ ആഭരണങ്ങളാലും ആകാശം 100 ആദിത്യന്മാർ തിളങ്ങുന്നത് പോലെ വിളങ്ങി. കടലാനകൾ, പാമ്പുകൾ, മീനുകൾ ഇവയാൽ ആകാശം ചിതറിയ മിന്നൽ കൊണ്ടെന്ന പോലെ ശോഭിച്ചു. കണക്കറ്റ് നീർന്നുറ കൊണ്ട് അന്നങ്ങൾ പറക്കുന്ന ശരത്കാല മേഘം പോലെ മാനം തിളങ്ങി. ചിലപ്പോൾ വേഗത്തിൽ, ചിലപ്പോൾ വളഞ്ഞു, ചിലപ്പോൾ പരന്ന്, ചിലയിടം താണ്, ചിലയിടം പൊങ്ങി, ചിലയിടത്ത് മെല്ലെ
പുഴ ഒഴുകി. ചിലപ്പോൾ വെള്ളവുമായി കൂട്ടിയിടിച്ച് മേൽപോട്ട് പൊങ്ങി താഴോട്ട് വീണു. ശിവശിരസിൽ പതിച്ചു വീണ്ടും ഭൂമിയിലെത്തി. നിർമ്മല ജലമായ ഗംഗ ശോഭിച്ചു. ഋഷികളും ഗന്ധർവന്മാരും മനുഷ്യരും ശിവസ്പർശമേറ്റ ഗംഗ പവിത്രയെന്ന് കരുതി സ്പർശിച്ചു. ശാപം കൊണ്ട് വെണ്ണിൽ നിന്ന് മഞ്ഞിൽ വീണ കൂട്ടരും ആ ജലത്തിൽ സ്നാനം ചെയ്ത് ശാപമുക്തരായി തീർന്ന് സ്വസ്ഥാനത്തെത്തി വീണ്ടും ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത് മാലോകർ മോദമാർന്നു. രാജർഷി ഭഗീരഥൻ ദിവ്യരഥത്തിൽ മുമ്പേ പോയി. ഗംഗ പിന്നാലെ പാഞ്ഞു. ദേവന്മാരും ഋഷികളും ദൈത്യദാനവാദികളും ജലചരങ്ങളും ഗംഗയെ പിന്തുടർന്നു. ഭഗീരഥൻ പോയ വഴിക്കെല്ലാം ഗംഗയും പോയി. പിന്നെ യാഗം ചെയ്തുകൊണ്ടിരുന്ന ജഹ്നുവിന്റെ യജ്ഞവാടം ഗംഗ മുക്കി. ആധിക്കാരം കണ്ട് കോപമാർന്ന ജഹ്നു ഗംഗാജലം മുഴുവൻ കുടിച്ചു തീർത്തു. അത് കണ്ട് വിസ്മയം കൊണ്ട ദേവാദികൾ ജഹ്നുവിനെ വാഴ്ത്തി ഗംഗയെ ജഹ്നുവിന്റെ പുത്രിയുമാക്കി തീർത്തു. സന്തുഷ്ടനായ ജനു ഗംഗയെ കാതിൽ കൂടി പുറത്തുവിട്ടു. അതിനാൽ ഗംഗ ജാഹ്നവി എന്ന പേരിൽ അറിയപ്പെടുന്നു. വീണ്ടും ഭഗീരഥനെ പിന്തുടർന്ന് ഗംഗ സാഗരത്തിലെത്തി. തുടർന്ന് ഭഗീരഥന്റെ കർമ്മപൂർത്തിയൊക്കെയായി രസാതലത്തിലും ചെന്നുയർന്നു. ഭസ്മഭൂതരായ പിതാമഹരെ ഭഗീരഥൻ ദുഃഖത്തോടെ കണ്ടു. ആ ഭസ്മരാശിയെ ഗംഗാജലം കൊണ്ട് നനച്ചു. ഹേ രാമ, ഭൂതപാപരായ അവർ സ്വർഗം പ്രാപിച്ചു. ഇനി 44-ാം സർഗത്തിൽ ഭഗീരഥൻ പിതൃതർപ്പണം ചെയ്യുന്നതാണ്. ഗംഗയാൽ അനുഗതനായ ഭഗീരഥൻ സാഗരത്തിലെത്തി. പിന്നെ പ്രപിതാമഹർ ഭസ്മായി ശയിക്കുന്ന രസാതലത്തിൽ എത്തിച്ചേർന്നു. ഭസ്മരാശി ഗംഗാതലത്തിൽ നനയ്ക്കപ്പെട്ടപ്പോൾ സർവലോകനാഥനായ ബ്രഹ്മാവ് രാജാവിനോട് ഈ വിധം പറഞ്ഞു: മഹാത്മായ സഗരന്റെ പുത്രന്മാർ 10,000 പേരും ഹേ നരോത്തമ, 60,000 പേരും ഹേ നരോത്തമ, നിന്നാൽ കരകയറ്റപ്പെട്ട് സ്വർഗം പ്രാപിച്ചിരിക്കുന്നു. സാഗരത്തിൽ നിന്ന് ജലമുള്ള കാലമത്രയും സഗരപുത്രന്മാർ ദേവന്മാരെ പോലെ സ്വർഗത്തിൽ വാഴുന്നതാണ്. ഈ ഗംഗ നിന്റെ ജ്യേഷ്ഠപുത്രിയായി ഭവിക്കും. നീ നൽകിയ പേരിനാൽ ഇവൾ പ്രസിദ്ധയായി തീരും. ഗംഗ, ത്രിപതക, ഭാഗീരഥി എന്നിവൾ 3 പേരിലും അറിയപ്പെടൂ. പിതാമഹന്മാർക്കെല്ലാം ഉദകദാനം നടത്തുക, നിന്റെ പ്രതിജ്ഞ നിറവേറ്റിക്കൊള്ളുക. ധാർമ്മികോത്തമനായ പൂർവികനോ അതിതേജസ്വിയായ അംശുമാനോ ഗംഗയെ കൊണ്ടുവന്ന് പ്രതിജ്ഞ പാലിക്കാൻ കഴിഞ്ഞില്ല. രാജർഷിയും എനിക്ക് തുല്യം തപസ്സാർന്നവനും നിന്റെ പിതാവുമായ ദിലീപനും ഗംഗയെ ആനയിക്കാൻ സാധിച്ചില്ല. ആ പ്രതിജ്ഞ നിറവേറ്റാൻ നിനക്ക് കഴിഞ്ഞു. നീ സർവസമ്മതമായ കീർത്തി നേടിയിരിക്കുന്നു. നീ ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതുവഴി നീ വലുതായ ധർമ്മപ്രതിഷ്ഠയും സാധിച്ചിരിക്കുന്നു. നിത്യവും ഈ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധനായ പുണ്യഫലം നേടുക. പിതാമഹന്മാർക്കെല്ലാം ജലക്രിയ നടത്തിയാലും നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഞാൻ സ്വസ്ഥാനത്തേക്ക് പോകുന്നു, നീ പൊയ്ക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് പിതാമഹൻ ദേവലോകത്തേക്ക് പോയി. ഭഗീരഥൻ യഥാന്യായം യഥാക്രമം സകരപുത്രന്മാർക്ക് ഉദകദാനം ചെയ്ത് ശുദ്ധനായ സ്വപുരം പ്രാപിച്ചു. കൃതാർത്ഥനായ അദ്ദേഹം രാജ്യം കാത്തുപോന്നു. ജനങ്ങൾ ശതശോകരും കൃതാർത്ഥരുമായി സാമോദം വാണു. രാമ ഗംഗാവതരണ കഥ വിസ്തരിച്ചു നിന്നോട് പറഞ്ഞു. സ്വസ്തി പ്രാപിക്കുക, ഭദ്രം ഭവിക്കട്ടെ. സന്ധ്യാകാലം കഴിഞ്ഞുപോയി. ധന്യവും യശസ്കരവും ആയുർവർദ്ധകവും പുത്രപ്രാപ്തികരവും സ്വർഗലാഭകരവുമായ ഇക്കഥ വിപ്രരെയോ ക്ഷത്രിയരോ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതിന്റെ പിതൃക്കൾ പ്രീതരാകും. ദേവതകൾ അവനിൽ സന്തോഷം കൊള്ളും. ഹേ രാമ, ആയുഷ്യവും ശുഭവുമായി ഈ ആഖ്യാനം ശ്രവിക്കുന്നവൻ സർവാശിസുകളും നേടും. അവന്റെ പാപമെല്ലാം നശിക്കും. ആയുസ്സും കീർത്തിയും വർദ്ധിക്കുകയും ചെയ്യും. വിശ്വാമിത്ര വാക്യം കേട്ട് വിസ്മയം പൂണ്ട രാമലക്ഷ്മണന്മാർ അദ്ദേഹത്തോട് ഈ വിധം പറഞ്ഞു: മഹർഷേ, അങ്ങ് അരുൾ ചെയ്ത പുണ്യമായ ഗംഗാവതരണവും പുരാണവും അത്യത്ഭുതം തന്നെ. അങ്ങ് പറഞ്ഞ കഥകളോർത്ത് ഞങ്ങളുടെ രാത്രി ഞൊടിയുടെ പോലെ കടന്നുപോയി. നേരം പുലർന്നപ്പോൾ പ്രാതകൃത്യങ്ങൾ കഴിഞ്ഞു വന്നിരുന്ന വിശ്വാമിത്രനോട് രാമൻ പറഞ്ഞു: രാത്രി പോയി, കേൾക്കേണ്ടത് വലതും കേട്ടു. പുണ്യനദിയായ ഗംഗയെ നമുക്കിനി കടക്കാം. അങ്ങ് വന്നിരിക്കുന്ന വാർത്തയറിഞ്ഞ് ഇതാ ഋഷിമാരുടെ തോണിയെത്തിയിരിക്കുന്നു. രാമൻ ഋഷിമാരോടൊപ്പം അക്കരയെത്തി ഋഷികളെ ആദരിച്ചു. ഗംഗാതീരത്തുനിന്ന് അവർ വിശാല നഗരി കണ്ടു. വേഗം രാമലക്ഷ്മണന്മാരോടൊത്ത് കൗശികൻ മനോഹരമായ വിശാല നഗരിയിലേക്ക് പോയി. അപ്പോൾ രാമൻ തൊഴുകയോടെ മാമുനിയോട് വിശാല നഗരത്തെക്കുറിച്ച് ചോദിച്ചു. മാമുനെ, വിശാലയിലെ ഈ രാജവംശം ഏതാണ്? അത് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ട കൗശികൻ വിശാലപുരിയുടെ പുരാവൃത്തം പറയാൻ ആരംഭിച്ചു. രാമ, ഇന്ദ്രൻ പറഞ്ഞത് കേട്ട കഥ പറയാം, കേട്ടോടും. ഈ പ്രദേശത്ത് നടന്ന കാര്യങ്ങളും പറയാം. പണ്ട് കൃതയുഗത്തിൽ മഹാബലരായ ദിതിപുത്രന്മാരും വീരശാലികളായ അതിഥിപുത്രന്മാരും അത്യന്തം ധാർമ്മികരായിരുന്നു. തങ്ങൾക്കെങ്ങനെ അമരരും ജരാഹീനരും രോഗമുക്തരുമാകാനൊക്കും എന്നൊരു വിചാരം അവർക്കുണ്ടായി. അതിന് ക്ഷീരാബ്ധി കടഞ്ഞ് അമൃത് സമ്പാദിക്കാമെന്നൊരു ചിന്ത അവർ കുതിച്ചു. അങ്ങനെ തീർച്ചയാക്കി വാസുകിയെ കയറും മന്ദരപർവ്വത്തെ കടകോലുമാക്കി ബലശാലികളായ അവർ കടൽ കടഞ്ഞു. 1000 വർഷം കഴിഞ്ഞപ്പോൾ വാസുകിയുടെ തലകൾ വിഷം വമിച്ചുകൊണ്ട് പാറമേൽ പല്ലുകൊണ്ട് കൊത്തി. അഗ്നിസദൃശമായ ഹാലാഹല മഹാവിഷം പൊങ്ങി വന്നു. അതേറ്റ്
ദേവാസുര മനുഷ്യമായ ജഗത്തെല്ലാം ദഹിച്ചു. ദേവന്മാർ വേഗം മഹാദേവനെ ശരണമടഞ്ഞു. രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവർ ദേവനെ വാഴ്ത്തി. അപ്പോഴവിടെ ശങ്കചക്ര ഗദാധാരിയായ മഹാവിഷ്ണു ആവിർഭവിച്ചു. ഹരി ചിരിച്ചുകൊണ്ട് ശിവനോടരുളി, സുരോത്തമ, ദേവന്മാർ കടഞ്ഞപ്പോൾ ആദ്യം കിട്ടിയത് അങ്ങേക്കാണ്. സുരന്മാരിൽ അഗ്രിമനല്ലോ അങ്ങ്. അഗ്രപൂജ എന്ന് എണ്ണി ഈ വിഷം സ്വീകരിച്ചാലും. ഇത്രയും പറഞ്ഞ് വിഷ്ണു പറഞ്ഞു. ദേവന്മാരുടെ ഭയം കണ്ടും ഹരിയുടെ വാക്കുകേട്ടും ഹരൻ ഘോരമായ ഹാലാഹല വിഷം അമൃതുപോലെ സ്വീകരിച്ചു. അനന്തരം ഹരൻ ദേവന്മാരെ വിട്ട് സുസ്ഥാനത്തേക്ക് പോയി. ദേവാസുരന്മാർ വീണ്ടും കടയാൻ തുടങ്ങി. അപ്പോൾ കടകോലായ മന്ദരപർവ്വതം പാതാളത്തിൽ ആണ്ടുപോയി. ദേവാദികൾ വിഷ്ണുവിനെ വാഴ്ത്തി. സർവ്വഭൂതങ്ങൾക്കും വിശേഷിച്ചും ദേവന്മാർക്ക് അങ്ങല്ലോ ആശ്രയം. ഞങ്ങളെ കാത്തരുളിയാലും പർവ്വതത്തെ ഉയർത്തിയാലും. ഇത് കേട്ട വിഷ്ണു കൂർമ്മരൂപം ധരിച്ച് പർവ്വതത്തെ പുറത്തേറ്റി കരലിൽ കിടന്നു. പർവ്വതത്തിന്റെ മുകളിൽ കൈയുറപ്പിച്ച് ദേവന്മാരോടൊപ്പം വിഷ്ണു കടയാൻ തുടങ്ങി. 1000 വർഷം കഴിഞ്ഞപ്പോൾ ആയുർവേദമയനും ധർമാത്മാവുമായ ധന്വന്തരി ദണ്ഡും കമണ്ഡലവും ധരിച്ചുകൊണ്ട് ഉയർന്നു വന്നു. പിൽപ്പാട് തിളങ്ങുന്ന അപ്സരസുകളുമുള്ളവായി അപ്പുകട എന്ന രസത്താൽ പിറന്ന ആ സുന്ദരികൾ അപ്സരസുകൾ എന്നറിയപ്പെട്ടു. അവർ 60 കോടി ഉണ്ടായി. അവരുടെ പരിചാരകമാർ എണ്ണിയാലൊടുങ്ങുകയില്ല. ദേവദാനവരിലാരും അവരെ സ്വീകരിച്ചില്ല. തന്മൂലം അവർ ഏവരുടെയും പൊതുമുതലായി. അനന്തരം വരുണപുത്രി വാരുണി വരണയെ തേടി പൊങ്ങി വന്നു. ദിതിപുത്രന്മാർ അവളെ കൈക്കൊണ്ടില്ല. അതിഥിപുത്രന്മാർ അവളെ സ്വീകരിച്ചു. അതിനാൽ ദൈത്യന്മാർ അസുരരും ആതിഥേയന്മാർ സുരരുമായി. വാരുണി ഗ്രഹണം കൊണ്ട് സുരന്മാർ ഹൃഷ്ടരും പുഷ്ടരുമായി തീർന്നു. ഉച്ചൈശ്രവേശ് എന്ന ഉത്തമ അശ്വവും കൗസ്തുഭം എന്ന മണിരത്നവും പിന്നെ ഉത്തമമായ അമൃതം ഉയർന്നു വന്നു. അതിനുവേണ്ടി ദൈത്യരും ആദിത്യരും തമ്മിൽ യുദ്ധമുണ്ടായി. വലിയ കുലക്ഷയം സംഭവിച്ചു. അസുരന്മാരും രാക്ഷസന്മാരും ഒന്നിച്ചിരുന്ന് മൂലോകങ്ങളും നടുങ്ങുമാർ ദേവരോട് പോരാടി. എല്ലാം മുടിഞ്ഞ വട്ടായപ്പോൾ വിഷ്ണു മയക്കുന്ന മായ കൊണ്ട് അമൃത് അപഹരിച്ചു. വിഷ്ണുവിനെ എതിർക്കാൻ ചെന്നവരെ അദ്ദേഹം അരച്ചു കളഞ്ഞു. ദൈത്യരും ആതിഥേയരും തമ്മിൽ നിന്ന് ഈ പെരുമ്പോരിൽ ആദിത്യന്മാർ ദൈത്യരെ കൊന്നൊടുക്കി. ദൈത്യരെ കൊന്ന് രാജ്യം നേടി പുരന്തരൻ സാമോദർ ഋഷിചരണ സംഘങ്ങളോടൊത്തു ലോകലങ്ങളെ പാലിച്ചു. ഇനി 46-ാം സർഗത്തിൽ സ്വപുത്രന്മാർ കൊല്ലപ്പെട്ടപ്പോൾ അത്യന്തം ദുഃഖിതയായ ദിതി സ്വഭർത്താവായ കശ്യപനോട് ഇപ്രകാരം പറഞ്ഞു. ഭഗവാൻ, അങ്ങയുടെ പുത്രന്മാരാൽ എന്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടു. ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ളുന്ന ഒരു പുത്രൻ എനിക്കുണ്ടാവണം. അതിനായി ഞാൻ തപം ചെയ്യാം. ഇന്ദ്രഹത്തായ ഒരു പുത്രനെ എനിക്ക് നൽകിയാലും അതിനവിടുന്ന് കനിയണം. അത് കേട്ട് കശ്യപൻ സന്തപ്തയായ ദിതിയോട് ഈ വിധം പറഞ്ഞു. അങ്ങനെ ആവട്ടെ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. തപോധനെ ശുദ്ധയായി ഭവിച്ചാലും 1000 ആണ്ട് തികച്ച് നീ ശുദ്ധയായി വാഴുകിൽ ഇന്ദ്രഘാതകനായ പുത്രൻ നിനക്ക് പിറക്കും. ഇതും പറഞ്ഞ് അവളെ തലോടി സ്വസ്തിയും ചൊല്ലി കശ്യപൻ തപസ്സിന് പോയി. അദ്ദേഹം പോയ ശേഷം അത്യന്തം സന്തോഷത്തോടെ തപസ്സാചരിക്കുന്നതിനായി കുശപ്ലവത്തിലെത്തി. തപോനിരതരായ അവളെ ഇന്ദ്രൻ അതിശക്തയോട് ശുശ്രൂഷിച്ചു പോന്നു. അഗ്നി, കുശ, വിറക്, വെള്ളം, ഫലം, മൂലം എന്നിവയൊക്കെ ഇന്ദ്രൻ സംഭരിച്ചു കൊടുത്തു. കാലുതടവിയും തളർച്ച തീർത്തും ശക്രൻ സർവദാ ദിതിയെ ശുശ്രൂഷിച്ചു. 1000 വർഷം തികയാൻ 10 ബാക്കിയിടക്കെ ദിതി സസന്തോഷം ഇന്ദ്രനോട് പറഞ്ഞു. ഞാൻ ചെയ്തു പോരും തപസ് ഇനി 10 കൊല്ലം കൂടി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നീ ഒരു അനിയനെ കാണും. നിനക്ക് വേണ്ടി ഞാൻ അവനെ വിജയോത്സുകനാക്കും. ഇരുവരും കൂടി ത്രിലോകങ്ങൾ കീഴടക്കി വാഴും. നീ അച്ഛനോട് അപേക്ഷിച്ചതനുസരിച്ച് 1000 ആണ്ടിന് ശേഷം ഒരു പുത്രനുണ്ടാകും എന്നൊരു വരം എനിക്ക് നൽകി. ഇങ്ങനെ പറഞ്ഞ് ദിതി ഉച്ചനേരത്ത് കാൽ തലക്കൽ വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. കാൽക്കൽ തലയും തലക്കൽ കാലുമായി കിടക്കുന്ന അവൾ അശുദ്ധ എന്ന് കണ്ട് ശക്രൻ ചിരിച്ചു മോദമാർന്നു. ഇന്ദ്രൻ അവളുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ഗർഭത്തെ 7 മുറിച്ചു. വജ്രത്താൽ മുറിക്കപ്പെട്ടപ്പോൾ ഗർഭം ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ദിതി ഉണർന്നു. മാരുത മാരുത എന്ന് കരയരുത് എന്ന് ശക്രൻ ഗർഭത്തോട് പറഞ്ഞു. കരഞ്ഞിട്ടും ശക്രൻ ഗർഭത്തെ മുറിച്ചു. കൊല്ലരുത് കൊല്ലരുത് എന്ന് പറഞ്ഞ് ദിതി മാതൃവാക്യത്തെ മാനിച്ച് ഇന്ദ്രൻ പുറത്തു വന്നു. വജ്രപാണി തൊഴുകയോടെ അറിയിച്ചു. ദേവി കാൽക്കൽ മുടിയുമായ ഭഗവതി അശുദ്ധിയായി ഉറങ്ങി. ആ തക്കം നോക്കി ഞാൻ പോരിൽ എന്നെ കൊല്ലാനിരുന്നവരെ 7 നുറുക്കി. ദേവി അതവിടെ നിന്ന് ക്ഷമിച്ചാലും. ഗർഭം 7 മുറിച്ചപ്പോൾ അത്യന്തം ദുഃഖിതയായ ദിതി അജയ്യനായ ഇന്ദ്രനോട് അനുനയപൂർവ്വം പറഞ്ഞു. എന്റെ കുറ്റം കൊണ്ട് ഗർഭത്തെ 7 മുറിക്കപ്പെട്ടു. ഇന്ദ്ര, അതിൽ നിനക്ക് കുറ്റമില്ല. ഗർഭത്തെ നശിപ്പിച്ച നീ എനിക്ക് പ്രിയം ചെയ്യണം. അവർ 7 മരുത്തുക്കളുടെ സ്ഥാനപാലകന്മാരായിരിക്കട്ടെ. വാനവാഹകരും ദിവ്യരൂപരുമായി എൻ്റെ മക്കൾ വാനിൽ ചരിക്കുമാറാകട്ടെ. മരുതന്മാർ എന്നവർ വിഖ്യാതരുമാകട്ടെ. ഒരുവൻ ബ്രഹ്മലോകത്തിലും 2ാമൻ ഇന്ദ്രലോകത്തിലും ജനിക്കട്ടെ. 3ാമൻ ദിവ്യവായു എന്ന പേരിൽ പ്രസിദ്ധനാകട്ടെ. ബാക്കി 4 പേർ നിന്റെ നിയോഗമനുസരിച്ച് സഞ്ചരിക്കും. നിനക്ക് മംഗളം. കാലക്രമത്തിൽ എൻ്റെ മക്കൾ നീ കൊടുത്ത മരുതന്മാർ എന്ന പേരിൽ വിശ്രുതരായി തീരുകയും ചെയ്യും. ദിതിയുടെ വാക്കുകേട്ട് ഇന്ദ്രൻ തൊഴുകയോടെ അറിയിച്ചു. എല്ലാം അവിടുന്ന് അരുളിയ പോലെ സംഭവിക്കും. അവിടുത്തെ പുത്രന്മാർ ദേവരൂപികളായി സഞ്ചരിക്കും.
അമ്മയും മകനും തമ്മിൽ ഇപ്രകാരം നിശ്ചയം ചെയ്ത് കൃതാർത്ഥരായ ദേവലോകത്തിലേക്ക് പോയി എന്ന് ഹേ രാമ നാം കേട്ടിരിക്കുന്നു. പണ്ട് ഇന്ദ്രൻ പാർത്ത പ്രദേശമാണിത്. തപോനിഷ്ഠയായ ദിതിയെ പരിചരിച്ച സ്ഥാനം. ഇക്ഷാകുന് അലുംബുഷയിൽ വിശാലൻ എന്നൊരു ശുശ്രനായ പരമധാർമ്മികനായ ഒരു പുത്രൻ പിറന്നു. അവൻ ഈ സ്ഥാനത്ത് വിശാല എന്ന പുരി പണിയിച്ചു. വിശാലന്റെ പുത്രൻ ഹേമചന്ദ്രൻ, അവനുശേഷം സുചന്ദ്രൻ, സുചന്ദ്രപുത്രൻ വിശ്രുതനായ ധൂമ്രാശൻ, അവന്റെ പുത്രൻ സൃഞ്ജയൻ, അവന്റെ പുത്രൻ പ്രതാപവാനായ സഹദേവൻ, അവന്റെ പുത്രൻ സുധാർമ്മികനായ കൃശാശ്വൻ, അവന്റെ പുത്രൻ സോമദത്തൻ, അവന്റെ പുത്രനായ വിശ്രുതനായ കാകുൽസ്ഥൻ, അവന്റെ പുത്രനും മഹാതേജസ്വിയും ദുർജയനുമായ സുമതിയാണ് ഇപ്പോൾ ഈ പുരിപാലിച്ചു പോരുന്നത്. ഇക്ഷാകുവിന്റെ അനുഗ്രഹത്താൽ വിശാലാധിപരെല്ലാം ധാർമ്മികരും വീരശാലികളും ദീർഘായുസുകളുമായ മഹാത്മാക്കളായിരുന്നു. ഇന്നും രാത്രി നമുക്കിവിടെ കഴിക്കാം. നാളെക്കാലത്ത് ജനകരാജാവിനെ കാണാം. വിശ്വാമിത്രൻ ആഗതനായിട്ടുണ്ടെന്ന് കേട്ട് സുമതി വന്ന് എതിരേറ്റ് പൂജിച്ചു. തൊഴുകയ്യോടെ കുശലം ചോദിച്ചുകൊണ്ട് അറിയിച്ചു, ഞാൻ ധന്യൻ, ഞാൻ അനുഗ്രഹീതൻ. അങ്ങ് എൻ്റെ രാജ്യത്തിൽ സമാഗതനായി. എനിക്ക് അങ്ങയെ കാണാനും സാധിച്ചു. എന്നേക്കാൾ ധന്യരായിട്ടാരുമില്ല. തുടർന്ന് 48, 49 അധ്യായങ്ങളിലായി അഹല്യാമോക്ഷവും പറയുന്നു. പരസ്പര സമാഗമത്തിൽ കുശലപ്രശ്നത്തിന് ശേഷം സുമതി മാമുനിയോട് ചോദിച്ചു, അങ്ങേക്ക് മംഗളം. ദേവതുല്യ പരാക്രമരും ഗജസിംഹഗാമികളും കമലപത്രാക്ഷരും ഖഡ്ഗ തുണധനുർധരും രൂപത്താൽ അശ്വിനീ ദേവകൾക്ക് തുല്യരും യവനാരംഭരമ്യരും പാദചാരികളുമായി ഇവിടെ വന്നിരിക്കുന്ന ഈ വീരന്മാർ ആരാണ്? എന്തിനു വന്നു? ആരുടെ പുത്രന്മാരാണിവർ? സൂര്യചന്ദ്രന്മാർ വിണ്ടലത്തെ എന്ന പോലെ ഈ ദേശത്തെ ശോഭയാമാനമാക്കുന്നവരും ആകാരം കൊണ്ടും വിചാരം കൊണ്ടും വ്യാപാരം കൊണ്ടും പരസ്പര സദൃശരുമായ ഇവർ ഈ ദുർമാർഗത്തിൽ എന്തിനു വന്നു? വിശിഷ്ടായുധാരികളായ ഈ വീരന്മാരെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നത്. അത് കേട്ട് സിദ്ധാശ്രമവാസം, രാക്ഷസവധം മുതലായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. വിശ്വാമിത്ര വാക്യം കേട്ട് രാജാവ് വിസ്മയം പൂണ്ടു. ദശരഥ പുത്രന്മാരാണ് വന്നിരിക്കുന്ന അതിഥികൾ എന്നറിഞ്ഞ് അദ്ദേഹം യഥാവിധി അവരെ പൂജിച്ചു. സുമതിയുടെ സത്കാരം സ്വീകരിച്ചു. ഒരു രാത്രി അവിടെ പാർത്ത് രാമലക്ഷ്മണന്മാർ മിഥിലയ്ക്ക് പുറപ്പെട്ടു. മിഥിലാപുരി കണ്ട് മുനിമാർ നന്നു വാഴ്ത്തി. മിഥിലയ്ക്ക് സമീപം നിർജ്ജനവും മനോഹരമായ ഒരു പഴയ ആശ്രമം കണ്ട് രാമൻ ചോദിച്ചു, ഭഗവാൻ, ഇതൊരു ആശ്രമം പോലെ തോന്നുന്നല്ലോ. താപസന്മാരെ ആരെയും കാണുന്നുമില്ല. ഇത് പണ്ട് ആരുടെ ആശ്രമമായിരുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. രാമവാക്യം കേട്ട് കൗശികനരുളി, കോപം കൊണ്ട് മാമുനിയാൽ ശപിക്കപ്പെട്ട ഈ ആശ്രമം ആരുടേതെന്ന് പറയാം, കേട്ടുള്ളൂ. ദേവന്മാർ പോലും പൂജിച്ചു വന്ന ഈ ദിവ്യാശ്രമം ഗൗതമ മഹർഷിയുടേതായിരുന്നു. അദ്ദേഹം അഹല്യയോടത്ത് അനേകായിരം വർഷം ഇവിടെ തപസ്സനുഷ്ഠിച്ചു. മഹർഷി ഇല്ലാത്ത തക്കം നോക്കി ഇന്ദ്രൻ മുനിവേഷം വന്ന് അഹല്യയോട് പറഞ്ഞു, ശോഭനെ, കാമികൾ ഋതുകാലത്തെ കാത്തുനിൽക്കുകയില്ല. സുമധ്യമേ, നിന്നോട് ഇണചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുനിവേഷം പൂണ്ടുവന്ന ഇന്ദ്രനാണെന്നറിഞ്ഞിട്ടും അവനിൽ കുതൂഹലം കൊണ്ട് ദുർബുദ്ധിയായ അവൾ സമ്മതം നൽകി. കൃതാർത്ഥയായ അവൾ ഇന്ദ്രനോട് പറഞ്ഞു, ഞാൻ കൃതാർത്ഥയായ പ്രഭു, വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. അങ്ങയെയും എന്നെയും ഗൗതമനിൽ നിന്നും സർവ്വതാ രക്ഷിക്കുക. ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശുശ്രോണി, ഞാനും സന്തുഷ്ടനായി. വന്ന പോലെ ഞാൻ പൊയ്ക്കൊള്ളാം. എന്നിട്ട് ഗൗതമനെ പേടിച്ച് സംഭ്രമത്തോടെ ഉടജത്തിന് പുറത്തു കിടന്നു. അപ്പോൾ ഗൗതമൻ വരുന്നത് കാണാനായി. ദേവദാനവർക്കും അധിഷ്യനും തപോബല സമ്പന്നനും ദീപ്താനല തുല്യനുമായ ഗൗതമൻ സ്നാനവും കഴിഞ്ഞ് സമിത്തും കുശിയുമേന്തി അതാ വരുന്നു. കണ്ടതും ഇന്ദ്രൻ വിറവുകൊണ്ട് മുഖം വാടി. മുനിവേഷം കൊണ്ട് ദുർവൃത്തനായ സഹസ്രാക്ഷനോട് ഗൗതമൻ കോപത്തോടെ പറഞ്ഞു, ദുർബുദ്ധേ, നീ എന്റെ രൂപം ധരിച്ച് അരുതാത്ത് ചെയ്യുകയാൽ നീ വൃഷണഹീനനായി തീരട്ടെ. കോപത്തോടെ ഗൗതമൻ ഇത് പറഞ്ഞപാടെ ഇന്ദ്രന്റെ വൃഷണം രണ്ടും നിലത്ത് വീണു. ശക്രനെ ഇങ്ങനെ ശപിച്ച ശേഷം മുനി ഭാര്യയെയും ശപിച്ചു. അനേകായിരം വർഷം നീ ഇവിടെ ആഹാരമില്ലാതെ വായു മാത്രം ഭക്ഷിച്ച് തപിച്ച് ചാരത്തിൽ കിടക്കാൻ ഇടവരും. മറ്റൊരു ജീവിക്കും കാണാനാവാതെ നീ ഈ ആശ്രമത്തിൽ പാർക്കും. ദശരഥപുത്രനായ രാമൻ ഈ ഘോരവനത്തിൽ വരുമ്പോൾ നീ വിശുദ്ധയായി തീരും. അദ്ദേഹത്തിന് ആതിഥ്യം നൽകുമ്പോൾ ലോഭമോഹങ്ങൾ വിട്ട് സ്വന്തം രൂപം വീണ്ടും കിട്ടി നീ എൻ്റെ അടുത്ത് വരും. ഗൗതമൻ ആ ദുഷ്ടചാരണിയോട് ഇപ്രകാരം പറഞ്ഞു ഈ ആശ്രമം പടിഞ്ഞ് ചിത്രചാരണ സേവിതനായ ഹിമശിഖരത്തിൽ തപസ്സനുഷ്ഠിച്ചു. വിഫലനായ ദേവേന്ദ്രൻ പിടയെന്ന കണ്ണോട് ദേവന്മാരോട് അറിയിച്ചു, മഹാത്മാവായ ഗൗതമന്റെ തപസ് മുടക്കാൻ വേണ്ടി കോപിപ്പിച്ച് ഞാൻ ദേവകാര്യം ചെയ്തു. അദ്ദേഹം ക്രോധം കൊണ്ട് എന്നെ വിഫലനാക്കി അഹല്യയെ തിരസ്കരിക്കുകയും ചെയ്തു. ശാപം പൊഴിക്കലിൽ കൂടി അദ്ദേഹത്തിന്റെ തപസ് ഞാൻ അപഹരിച്ചു. അതിനാൽ ദേവശ്രേഷ്ഠരായ നിങ്ങൾ എല്ലാവരും ചേർന്ന് ദേവകാര്യം സാധിച്ച് എന്നെ സഫലനാക്കി തീർത്തുവൻ. ഇന്ദ്രവാക്യം കേട്ട് മരുത്തുക്കളോടൊത്ത് ദേവന്മാർ അഗ്നിയെ മുൻനിർത്തി പിതൃദേവനോട് അറിയിച്ചു, ഈ ആടിന് വൃഷണമുണ്ട്, ശക്രന് വൃഷണം ഇല്ലാതായിരിക്കുന്നു.
ആടിൻ്റെ വൃഷണങ്ങൾ എടുത്ത് ഇന്ദ്രന് കൊടുക്കുക. വൃഷണം പോയ ആട് നിങ്ങൾക്കും വലിയ സന്തോഷം നൽകും. നിങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ആടിനെ അർപ്പിക്കുന്ന മനുഷ്യർക്കും നിങ്ങൾ അക്ഷയമായ ഫലം നൽകും. അഗ്നിയുടെ വാക്യം കേട്ട് പിതൃദേവതകൾ ആടിൻ്റെ വൃഷങ്ങൾ പറിച്ചെടുത്ത് ഇന്ദ്രനിൽ വെച്ചു പിടിപ്പിച്ചു. അന്ന് തൊട്ട് പിതൃദേവതകൾ ഒത്തുചേർന്ന് അഫലങ്ങളായ ആടുകളെ തിന്നു അതിനുള്ള ഫലം നൽകുകയും ചെയ്യുന്നു. രാമഗൗതമന്റെ തപഫലത്തിനാൽ അന്നു മുതൽ ഇന്ദ്രൻ മേഷവൃഷനാകുന്നു. അതിനാൽ രാമ, ഒരു പുണ്യകർമ്മമായ ഗൗതമന്റെ ആശ്രമത്തിൽ പ്രവേശിക്കുക. ദേവരൂപിണിയായ അഹല്യയെ കാണുക. അത് കേട്ട് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രന്റെ ബിംബെ ആശ്രമത്തിൽ പ്രവേശിച്ചു. മാനവർക്കും സുരാസുരർക്കും അദൃശ്യയായി ധൂമാവൃതമായ അഗ്നിശിഖ പോലെയും തുഷാരാവൃതമായ പൂർണ്ണചന്ദ്രപ്രഭ പോലെയും ജലധിമത്യേ വിളങ്ങുന്ന അർക്കപ്രഭ പോലെയും തപസാചരിക്കുന്ന മഹാഭാഗയായ അഹല്യയെ അവർ കണ്ടു. ഗൗതമ ശാപത്താൽ രാമദർശനം വരെ അവർ ത്രിലോകവാസികൾക്കും അദൃശ്യയായി തീർന്നു. ശാപാവസാനം വന്നതിനാൽ അവർക്ക് അവളെ കാണാൻ കഴിഞ്ഞു. രാമലക്ഷ്മണന്മാർ സാമോദം അഹല്യയുടെ കാലിണ വണങ്ങി. ഗൗതമ വാക്യമോർത്ത് അവൾ അവരെ സ്വീകരിച്ചു. ശ്രദ്ധയോടെ യഥാവിധി അർഘ്യപാദ്യങ്ങൾ നൽകി ആതിഥ്യമരുളി. രാമൻ അവ സ്വീകരിച്ചു. പൂമഴ പൊഴിഞ്ഞു. ദേവദുന്ദുവികൾ മുഴങ്ങി. ഗന്ധർവ അപ്സരസുകൾക്കും വലിയ ഉത്സവമായി. തപശുദ്ധയായ ആ ഗൗതമപുത്രിയെ സാധുവാദം മുഴങ്ങി ദേവന്മാർ പൂജിച്ചു. തേജസ്വിയായ ഗൗതമനും അഹല്യയോടൊത്ത് യഥാവിധി രാമനെ പൂജിച്ചു. പിൽപ്പാട് അദ്ദേഹം തപസ്സിലേർപ്പെട്ടു. മാമനിയുടെ പൂജ സ്വീകരിച്ച് രാമൻ അവിടെ നിന്നും മിഥിലയിലേക്ക് പോയി. ഇനി ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും വിശ്വാമിത്രനോടൊത്ത് മിഥിലാപ്രവേശമാണ് ഇനി ഉള്ളത്. പിന്നീട് നമുക്ക് അത് പാരായണം ചെയ്യും, പ്രഭാഷണം നടത്തുകയുമാകാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹര നമ പാർവതീപതയേ. ഹര മഹാദേവ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ.